കുറച്ച് സ്ഥലങ്ങളിൽ വീടാണെങ്കിൽ പിന്നീട് അതിൻ്റെ ഒരു 90 ഇരട്ടി കൃഷിപ്പാടങ്ങളാണ് ഇവിടെ മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നത്. അത് ടൗൺ ആയിക്കോട്ടെ ഗ്രാമങ്ങളായിക്കോട്ടെ ഈ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കുറേ ആളുകൾ വില്ലേജുകളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വില്ലേജുകൾ എന്ന് പറയത്തക്ക വില്ലേജുകൾ ഇവിടെ കുറവാണ്. വില്ലേജുകളിൽ കൂടുതൽ വീടുകൾ വന്നിട്ടാണ് പിന്നീട് അതൊരു വലിയ ടൗണായി മാറുന്നത് എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ആ ഒരു ടൗണിലേക്ക് ഒരുപാട് സ്ഥാപനങ്ങളും മറ്റും പുറമേ നിന്നും വരും. അങ്ങനെ അതൊരു വലിയൊരു ടൗണാകും. അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം ആണ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. ടൗണിൽ തന്നെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന കാഴ്ചകളാണ് കൂടുതലും കാണുന്നത്. റോഡിനോട് ചാരിയിട്ടുള്ള ഫ്രണ്ടേജ് കടകളാണ് എങ്കിൽ ബാക്ക് ഭാഗത്തേക്കായിരിക്കും അവരുടെ വീടുകൾ ഉണ്ടായിരിക്കുക. മെയിൻ റോഡിൻ്റെ ഒക്കെ അവസ്ഥയാണ്. പിന്നീട് ഉള്ളേരിയയിലേക്കൊക്കെ ഉള്ള റോഡുകൾ ആ ഒരു കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ഉള്ളിലേക്കൊക്കെ ഉള്ള റോഡുകളിലൊക്കെ തന്നെ വീടുകളാണ് കാണാൻ സാധിക്കുക. എല്ലാ വീട്ടുകാരും എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതൊക്കെ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ചെറിയൊരു ഫുഡിൻ്റെ പരിപാടിയെങ്കിലും ചെയ്യുന്നത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടും ആ ബസ്സിലെ കാഴ്ചകൾ കാണാമെന്നുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടും ബാംഗ്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് അനന്തപുർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലാണുള്ളത്. ഇരു സൈഡിലും ഒരുപാട് ലോറി ധാബുകൾ, ലോറി യാർഡുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ബസ് നിറയെ ആളുകളുണ്ട്. ഈ ഒരു ബസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവറാണ്. ഇരിക്കാനും മറ്റുള്ളതിനൊക്കെ നല്ല സൗകര്യമുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നിർത്തി തരും. ഒരു പ്രത്യേകതരം സ്റ്റോപ്പുകൾ ഇവർ പറയുന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ നല്ല മലനിരകളും കാര്യങ്ങളുമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ 3 പേർക്കാണ് പെർമിറ്റ് എങ്കിൽ ഇവിടെ 15ഓളം ആളുകൾ ഓട്ടോയിൽ കയറും എന്നുള്ളത് എന്നെ നെട്ടിപ്പിച്ച ഒരു കാഴ്ചയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇവിടെ ബാർഗൈനിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടാണ്. നമ്മൾ നെറ്റിലൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ഒരു സാധനം 100 രൂപയുടേതാണ് എങ്കിൽ അവർ 30 രൂപ 20 രൂപ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വില പേശുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാൻ സാധിക്കാറുണ്ട്. റൂട്ടിലാണ് കിയയുടെ മാനുഫാക്ചറിങ് കമ്പനി വരുന്നത്. ഇന്ത്യയിൽ ഈ ഒരു കമ്പനി മാത്രമാണ് ഉള്ളത് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ദൂരം നീണ്ടു കിടക്കുന്ന കമ്പനിയാണ്. കമ്പനിക്ക് ചുറ്റുമായിട്ട് ഒരുപാട് ലോറി യാർഡുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു തവണ കിയയുടെ ഈ ഒരു ഷോറൂം വിസിറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ തന്നെ കണ്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയത്. ഈ ഒരു ഷോറൂം കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഡ്രോണ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ഉള്ളിൽ നിന്നും പാസ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പുറമേ നിന്നുള്ള ഷൂട്ടുകൾ കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിയുമെന്നുള്ളത് പിന്നീട് എനിക്ക് അറിയാൻ സാധിച്ചു. മീറ്റർ കണക്കിന് ദൂരം കവർ ചെയ്തുവെങ്കിലും ഈ ഒരു കമ്പനിയുടെ അവസാനം കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. ഒരുപാട് ബസ്സുകളൊക്കെ തന്നെ മുന്നിൽ നിർത്തിയിട്ടിട്ടുണ്ട്. സ്റ്റാഫുകളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനുമായിരിക്കാം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് നോക്കുമ്പോൾ വളരെ കൗതുകത്തോട് കൂടിയിട്ടാണ് കാഴ്ചകളൊക്കെ തന്നെ ഇങ്ങനെ കണ്ടു നിന്നത്. ഡ്രൈവർ ഇതിനെപ്പറ്റി പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് നോക്കുമ്പോൾ മലനിരകളും കാര്യങ്ങളൊക്കെ താണ്ടിയിട്ടുള്ള യാത്ര തന്നെയാണ്. വീണ്ടും കമ്പനി തന്നെയാണ്. കമ്പനി തീരുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഒരുപാട് ലോറികൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ലോറി യാർഡുകളും അപ്പുറവും ഇപ്പുറവുമായിട്ട് കണ്ടമാനം കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതും വേറൊരു പ്രത്യേകതയാണ്. ഇത്രത്തോളം വലിയൊരു കമ്പനിക്ക് അത്രത്തോളം കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളും ആവശ്യമാണല്ലോ. അതുകൊണ്ടായിരിക്കാം ഇത്രത്തോളം വാഹനങ്ങൾ, ലോറികൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കിയയുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇന്ത്യയിൽ ഈ ഒരു സ്ഥലത്തെ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് വരുന്നത് ബാംഗ്ലൂർ അനന്തപൂർ ഹൈവേയിലാണ്. പിന്നീട് നമ്മളിങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ കടപ്പ കയറ്റിയിട്ട് പല ലോറികളും പോകുന്നതൊക്കെ കണ്ടിട്ട് ഡ്രൈവർ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി, കടപ്പ കയറ്റിയിട്ട് പോകുന്ന വണ്ടി KL വണ്ടിയാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്നും കുറച്ച് പോയി കഴിഞ്ഞാൽ കടപ്പ കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തന്നെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബലൂം കേവ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ചകളും കടകളും.